തിരുവനന്തപുരത്തെ തമ്പുരാൻ മുക്കിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം. ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, മഴയുണ്ടോ? വെള്ളക്കെട്ട് രൂക്ഷമാണോ? എന്താണ്? ഓടയൊക്കെ മര്യാദയ്ക്ക് ഉള്ളതാണോ? എന്താണ് പ്രശ്നം? ദിവിഷ്, ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. അല്പം വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കയറിയ വെള്ളമാണ്. ഈ വെള്ളം ഇതുവരെ ഈ തമ്പുരാൻ മുക്ക് ഭാഗത്ത് നിന്ന് ഒലിച്ചു പോയിട്ടില്ല. നമ്മൾ ഏകദേശം കുറച്ച് നാൾ മുമ്പ് വാർത്ത ചെയ്തതാണ്. ഈ തമ്പുരാൻ മുക്ക് ഭാഗത്ത് റോഡ് പണി ഏകദേശം 8 വർഷമായി നിലച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം റോഡ് നിർമ്മിച്ചു. പക്ഷേ റോഡിൽ കൂടി എത്തുന്ന വെള്ളത്തിന് ഒഴുകി പോകാൻ ഓട മാത്രം ഈ ഭാഗത്ത് അവർ നിർമ്മിക്കാൻ വിട്ടുപോയതാകാം. പക്ഷേ ഇവിടെ ഓടയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ മഴയത്ത് പെയ്ത വെള്ളം പോലും ഇവിടെ നിന്ന് ഒലിച്ചു പോകാത്ത ഒരു അവസ്ഥയാണ് തമ്പുരാൻ മുക്കിലുള്ളത്. തമ്പുരാൻ മുക്ക് എന്ന് പറയുമ്പോൾ കഴക്കൂട്ടം IT പാർക്കിന് തൊട്ട് സമീപത്തായാണ്, ടെക്നോ പാർക്കിന് തൊട്ട് സമീപത്തായി പോകുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. അവിടെയാണ് ഈ ഒരു അവസ്ഥയുള്ളത്. വെള്ളം ഒഴുകി പോകുന്നത് ഒരു ചെറിയ മഴയത്ത് ഇവിടെ ഓടയില്ലാത്തത് കാരണം ഇവിടെ എത്തിയ വെള്ളത്തിന് പോലും പോകാൻ ഒരു വഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ വീടുകളിൽ നിന്ന്, അതായത് ഈ തമ്പുരാൻ മുക്ക് ഭാഗത്തെ ഒരു വശത്തുള്ള വീടുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളമാണ്. പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്ന അറിയില്ല. റോഡിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇവിടെ മഴ മാറുന്നതെന്ന് തന്നെ ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മറ്റു സ്ഥലങ്ങളിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാദേശികമായി കാട്ടാക്കട, ആര്യനാട്, പാലൂട് മേഖലയിലൊക്കെ ഇന്നലെ അർദ്ധരാത്രി നല്ല മഴയായിരുന്നു. ഇപ്പോൾ അവിടെയും മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഇടവിട്ടുള്ള ഒരു മഴ ആയതുകൊണ്ട് തന്നെ ഈ വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് രൂക്ഷമായ ഒരു വെള്ളക്കെട്ടൊന്നും തന്നെ ആ ഭാഗങ്ങളിലൊന്നും ഉണ്ടാകാത്തത്. പക്ഷേ ഈ കഴക്കൂട്ടം, കാര്യവട്ടം, കാട്ടായിക്കോണം മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് ഇന്നലെ രാത്രി പെയ്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യവട്ടം മേഖലയിൽ 135 മില്ലിമീറ്റർ മഴയാണ് ഇന്ന് രാവിലെ 8 മണി വരെയുള്ള സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ നല്ലൊരു മഴയായിരുന്നു ഇന്നലെ രാത്രി ഈ ഭാഗങ്ങളിലുണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും വെള്ളക്കെട്ട്. ഇതാണ് പ്രശ്നം. പലയിടത്തും റോഡ് പണി നടത്തും, ഇന്റർലോക്ക് ഇട്ട് റോഡൊക്കെ ഭംഗിയാക്കും. പക്ഷേ അവിടെ മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളം ഒന്ന് ഒഴുകി പോകാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ റോഡ് അതേപോലെ കിടക്കും. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ പിന്നെ ആളുകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി. അതാണ് തമ്പുരാൻ മുക്കിൽ കണ്ടത്.